ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേവ് പാക്കറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഫേസ് വെലോസിറ്റി, എന്താണ് ഗ്രൂപ്പ് വെലോസിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേവ് ഫംഗ്ഷൻ എന്താണെന്നും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്നുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പം വേവ് പാക്കറ്റിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ ഇലക്ട്രോ ഡൈനാമിക്സ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോ ഡൈനാമിക്സ് ഡേവിഡ് ജെ ഗ്രിഫിത്തിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന യൂണിറ്റ് ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. എന്താണ് മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ്, എന്താണ് അതിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവിടെ നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ കേസിൽ നിങ്ങൾ ഈ ടിൽറ്റ് ഓഫ് ഇസഡ് ടി ഈക്വൽ ടു ഈ ടിൽറ്റ് ഓഫ് 0 e raised I kz minus omega t. ഈ രീതിയിലായിരുന്നു നിങ്ങളൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇലക്ട്രിക് കമ്പോണൻറ്റ് നിങ്ങൾ ഒരു സിനുസോയ്ഡൽ വേവ് ആണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. ഇത് ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു വേവ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇവിടെ കെ എന്ന് പറയുന്നത് വേവ് വെക്ടർ ആയിരുന്നു. വേവ് വെക്ടറിനെ നമ്മൾ ഡിഫൈൻ ചെയ്തത് k ഈക്വൽ ടു 2π/λ. ഈ രീതിയിലാണ് നമ്മൾ വേവ് വെക്ടറിനെ ഡിഫൈൻ ചെയ്തത്. അതുപോലെ തന്നെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത് എത്രയാണ്? ഒമേഗ ഈക്വൽ ടു 2π ന്യൂ ആണ്. സ്വാഭാവികമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ 2π ഇൻറ്റു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് ആണ്. അപ്പോൾ 2πv/λ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് 1/λയ്ക്ക് വരെ k/2π കൊടുക്കാം. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2πv ഇൻറ്റു 1/λയ്ക്ക് വരെ നമ്മൾ k/2π കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 2π ക്യാൻസലായി പോകും. ബാക്കിയുള്ളത് k ഇൻറ്റു v ആണ്. അപ്പം ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് kv ഈ രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയും. അതായത് ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കെയുടെ വേവ് വെക്ടറിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് വരാം. വേവ് പാക്കറ്റ് എന്നുള്ള സെക്ഷനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളൊരു മാറ്റർ വേവിൽ നമ്മൾ എല്ലാ മെറ്റീരിയൽ പാർട്ടിക്കിൾസുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് നമുക്കൊരു വേവ് പറയാൻ കഴിയും. അതിനെയാണ് നമ്മൾ മാറ്റർ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് നമ്മളൊരു വേവ് എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായും ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നൊരു ക്വാണ്ടിറ്റി അതിലുണ്ടാകും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നു. അതല്ല നിങ്ങൾ സൗണ്ട് വേവ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രഷർ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മാറ്റർ വേവ് കൺസിഡർ ചെയ്യുമ്പോഴേക്കും എല്ലാ മെറ്റീരിയൽ പാർട്ടിക്കിളുമായും അസോസിയേറ്റ് ചെയ്തൊരു വേവ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മാറ്റർ വേവ് എന്ന് പറയുന്നത്. ആ മാറ്റർ വേവിൻ്റെ കേസിൽ ഇതുപോലെ തന്നെ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മളതിൻ്റെ വേവ് ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്തത്. നമ്മൾ വേവ് ഫംഗ്ഷൻ 3 ഡയമെൻഷണൽ കേസ് ആണെങ്കിൽ നമ്മൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റിനെയും അതുപോലെ തന്നെ എക്സ് വൈ ഇസഡ് പൊസിഷൻ കോർഡിനേറ്റ്സിനെ അതിൻ്റെ ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു 1 ഡയമെൻഷണൽ കേസ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സും അതുപോലെ തന്നെ ടൈം ഈ രണ്ട് കോർഡിനേറ്റ്സിനെ ആയിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് അതുപോലെ തന്നെ വേവ് ഫംഗ്ഷനെ അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പാർട്ടിക്കിൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിക്കിളുമായി അസോസിയേറ്റ് ചെയ്ത് ഒരു വേവ് ഉണ്ടാകണം. അപ്പോൾ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചതാണ്. നമ്മളെ മൊമെൻറ്റവും പൊസിഷനും എന്ന് പറയുന്നത് കോൺജുഗേറ്റ് വേരിയബിൾസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊമെൻറ്റം വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് പൊസിഷനിൽ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ വെൽ ഡിഫൈൻഡ് പൊസിഷൻ ആണെങ്കിൽ അതിൽ മൊമെൻറ്റത്തിൽ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫ്രീ പാർട്ടിക്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഫ്രീ പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ ഈ പാർട്ടിക്കിൾ എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിൻ്റെ കേസിൽ അതിൻ്റെ മൊമെൻറ്റം വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി ഇൻഫിനിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രീ പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുകയും അത് എക്സ് ആക്സിലാണ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ മൊമെൻറ്റം വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ നമുക്കതിനെ ഒരു ഇൻഫൈനൈറ്റ് പ്ലെയിൻ വേവ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഇൻഫൈനൈറ്റ് പ്ലെയിൻ വേവിനെ നമ്മൾ പറഞ്ഞു മാറ്റർ വേവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വേവ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. സൈ ഓഫ് എക്സ് ടി ആണ് എൻ്റെ വേവ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പ്ലെയിൻ വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാം? അപ്പോൾ ഇത് നിങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ കേസിൽ നിങ്ങളൊരു പ്ലെയിൻ വേവിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഈ രീതിയിലായിരുന്നു. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കൊരു മാറ്റർ വേവിൻ്റെ കേസിലും നമുക്കൊരു പ്ലെയിൻ വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ സൈ ഓഫ് എക്സ് ടി. അടുത്ത് നമുക്കൊരു കോൺസ്റ്റൻറ്റ് വേണം.
ഞാൻ തൽക്കാലം ആ കോൺസ്റ്റന്റിനെ A0 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. A0 ഇൻറ്റു എക്സ്പോണൻഷ്യൽ I ഇൻറ്റു KZ. നമ്മൾ എക്സ് ഡയറക്ഷനിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് KX എന്ന് എടുക്കാം. അപ്പോൾ KX മൈനസ് ഒമേഗ ടി ആയിരിക്കും. ആ ഒരു പ്ലെയിൻ വേവിനെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ K എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇത് K എന്ന് പറയുന്നത് വേവ് വെക്ടർ തന്നെയാണ്. K എന്ന് പറഞ്ഞാൽ 2π ലാംഡയാണ്. അതുപോലെ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ആംഗുലാർ ഫ്രീക്വൻസി. വേവ് ഫംഗ്ഷൻ പറഞ്ഞിരുന്നു. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിനെ കണ്ടെത്താനുള്ള പാർട്ടിക്കിളിന്റെ കണ്ടെത്താനുള്ള പ്രോബബിലിറ്റിയുടെ ഒരു മെഷർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിക്കിൾ എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് ആ പറഞ്ഞ വേവ് ഫംഗ്ഷന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു ഫ്രീ പാർട്ടിക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും ഈ പാർട്ടിക്കിളുമായി അസോസിയേറ്റ് ഒരു വേവ് ഉണ്ടാകും. അപ്പോൾ ദി വേവ് ഫംഗ്ഷൻ ഓഫ് ദി മാറ്റർ വേവ് വിച്ച് ഈസ് കൺഫൈൻഡ് ടു എ സ്മോൾ റീജിയൻ ഓഫ് സ്പേസ് ഈസ് ടേംഡ് ആസ് വേവ് പാക്കറ്റ് ഓർ വേവ് ഗ്രൂപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടിക്കിളാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വേവ് പറയുമ്പോഴേക്കും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈ പാർട്ടിക്കിളോട്ട് എവിടെയാണോ ഉള്ളത് അവിടെ ആ റീജിയനിൽ ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. അപ്പോൾ അതേസമയം നിങ്ങൾ ഇനി ഇതിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ പോകുമ്പോഴേക്കും എന്ത് ചെയ്യണം? ആ വേവ് ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രോബബിലിറ്റി ഡിക്രീസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പാർട്ടിക്കിളാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ പോകുമ്പോഴേക്കും അതിൻ്റെ വേവ് ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ പെട്ടെന്ന് ഡിക്രീസ് ചെയ്ത് 0 ആകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിലൊരു വേവ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയറിയാൻ പറ്റും. അതിൻ്റെ ആ ഒരു സെൻട്രൽ പോർഷനിൽ ആ പാർട്ടിക്കിൾ എവിടെയാണോ ഉള്ളത് ആ പോർഷനിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആണ്. ഇനി അതല്ല നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ പോവുകയാണെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ പെട്ടെന്ന് ഡിക്രീസ് ചെയ്യുന്നു. Mathematically, a wave packet can be constructed by the superposition of an infinite number of plane waves with slightly different k values. നമ്മൾ മാത്തമാറ്റിക്കലി നമ്മളൊരു വേവ് പാക്കറ്റ് കൺസിഡർ ചെയ്യുമ്പോഴേക്കും നമ്മളൊരു സിംഗിൾ വേവ് അല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വേവ് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു ഇൻഫൈനറ്റ് നമ്പർ ഓഫ് വേവ്സ് ഉണ്ടാകും. അതിൻ്റെ ഒരു സൂപ്പർ പൊസിഷൻ ആയിരിക്കും നമ്മുടെ റിയൽ ആയിട്ടുള്ള വേവ് പാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ A0 നമ്മൾ പറയും. ഈ A0 എന്ന് പറയുന്നത് ഇതൊരു കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ഇത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്മുടെ വേവ് വെക്ടർ K ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പാർട്ടിക്കിൾ പറയുമ്പോഴേക്കും നമ്മൾ പറയുന്നു അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്കൊരു ഇൻഫൈനറ്റ് നമ്പർ ഓഫ് പ്ലെയിൻ വേവ്സ് പറയാം. അതിൻ്റെ എല്ലാം ഒരു സൂപ്പർ പൊസിഷൻ ആയിരിക്കും നമ്മുടെ വേവ് പാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ psi of xt നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? psi of xt ഈക്വൽ ടു ഒരു വേവ് പാക്കറ്റിൻ്റെ കേസിൽ psi of xt എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വേവിൻ്റെ ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫൈനറ്റ് നമ്പർ ഓഫ് വേവ്സ് വരാം. പക്ഷെ നമ്മൾ പറഞ്ഞു ഇത് അപ്പോൾ ഇതിൻ്റെ -∞ to ∞ കൊടുക്കാം. നമുക്ക് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -∞ to ∞ A0 എന്ന് പറയുന്നത് ഇത് നമ്മുടെ വേവ് വെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം A of k എന്ന് എഴുതുന്നു. അപ്പോൾ A of k ഇൻറ്റു എക്സ്പൊണൻഷ്യൽ I ഇൻറ്റു KX മൈനസ് I ഒമേഗ ടി ഇൻറ്റു ഇതിൽ നമ്മൾ കെയിലുള്ള വേരിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ dk ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ദി പാർട്ടിക്കിൾ ഈസ് ലോക്കലൈസ്ഡ്. വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദി സൂപ്പർപൊസിഷൻ വിച്ച് ലീഡ്സ് ടു എ വേവ് ഗ്രൂപ്പ് വിച്ച് ട്രാവൽസ് വിത്തൗട്ട് ചേഞ്ച് ഓഫ് ഷേപ്പ്. നമ്മൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കുറേ വേവ്സിൻ്റെ സൂപ്പർപൊസിഷൻ ഉണ്ടാകും. അപ്പോൾ അവയുടെ ആ സൂപ്പർപൊസിഷൻ്റെ സമ്മാണ് നമുക്ക് കിട്ടുന്ന വേവ് പാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അസംഷൻ പറയാൻ ഈ വേവ് പാക്കറ്റിൻ്റെ ഷേപ്പിന് വ്യത്യാസമൊന്നുമില്ല. ഈ പാർട്ടിക്കിൾ നിങ്ങൾ ഈ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പാർട്ടിക്കിളിലേക്ക് മൂവ് ചെയ്യുമ്പോഴേക്കും അവിടെയും നമുക്ക് എന്ത് കിട്ടും? ഇതുപോലെ തന്നെയുള്ളൊരു വേവ് പാക്കറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വേവ് പാക്കറ്റ് പാർട്ടിക്കിളോടൊപ്പം തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേവ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാം സൂപ്പർ പൊസിഷനാണ് നമ്മൾ പറയുന്ന വേവ് പാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതിലെ കെയിലുള്ള വേരിയേഷനാണ് നമ്മളിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓർമ്മയുണ്ടാകും, നമ്മൾ എക്സിലല്ല ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്, വേവ് വെക്ടറിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ലോക്കലൈസ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കെയുടെ വാല്യൂസ് നമ്മളിവിടെ ലിമിറ്റ് -∞ to ∞ പറഞ്ഞെങ്കിലും അത്രയും വാല്യൂസ് അത്രയും റേഞ്ചിൽ ഇത് വേരി ചെയ്യില്ല. കാരണം ഇത് ലോക്കലൈസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ റൈറ്റ് സൈഡിലോട്ടോ ലെഫ്റ്റ് സൈഡിലോട്ടോ പോകുമ്പോഴേക്കും ഇതെന്താകണം? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0 ആകണം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഇപ്പം ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് K0യിലുള്ള
അപ്പോൾ നമ്മൾ ഈ ഒരു K0 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ K0 നിങ്ങൾക്ക് ഒരു ഡെൽറ്റ കെ വാല്യൂ ഞാൻ കൺസിഡർ ചെയ്യും. അപ്പോൾ ഡെൽറ്റ കെയുടെ പ്രത്യേകത K0 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഡെൽറ്റ കെയുടെ വാല്യൂ വളരെ ചെറുതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ K0 മൈനസ് ഡെൽറ്റ കെ ബൈ 2 ലെസ് ദാൻ കെ ലെസ് ദാൻ K0 പ്ലസ് ഡെൽറ്റ കെ ബൈ 2 ഈ രീതിയിൽ എഴുതാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കെയുടെ വാല്യൂ ഇതിനേക്കാൾ കുറയുകയോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുകയോ ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായും നമ്മളുടെ എ ഓഫ് കെയുടെ വാല്യൂ എന്താകണം? ഇത് 0 ആകണം. എങ്കിൽ മാത്രമേ നമ്മളിതിന് ലോക്കലൈസ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കെയുടെ വാല്യൂ വേരി ചെയ്യുന്നതനുസരിച്ച് ഓരോ പർട്ടിക്കുലർ വാല്യൂവിലും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റിലും റൈറ്റിലും ആ ഒരു ലിമിറ്റ് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ -∞ ടു +∞ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു ലിമിറ്റ് കൺസിഡർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ K0 എന്ന് പറയുന്ന ഒരു കെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും K0 മൈനസ് ഈ ഒരു ലിമിറ്റിൽ -K0 മൈനസ് ഡെൽറ്റ കെ ബൈ 2 അതിനും താഴേക്കുള്ള എല്ലാ വാല്യൂസിനും എ ഓഫ് കെയുടെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. അതുപോലെ തന്നെയാണ് മുകളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും +∞ വരെ പോകേണ്ട കാര്യമില്ല. K0 പ്ലസ് ഡെൽറ്റ കെ ബൈ 2 വരെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയാകും. കാരണം അതിന് മുകളിലേക്കുള്ള ഏത് വാല്യൂസിനും ഏത് കെ വാല്യൂസിനും ഈ ഇൻ്റഗ്രൽ എന്തായി പോകും? 0 ആയി പോകും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കിട്ടിയ psi ഓഫ് എക്സ് യുടെ വാല്യൂ ഞാൻ ഒന്നുകൂടി എഴുതുന്നു. ഇറ്റ് ഈസ് -∞ ടു ഇൻഫിനിറ്റി എ ഓഫ് കെ എക്സ്പൊണൻഷ്യൽ ഐ കെ എക്സ് മൈനസ് ഐ ഒമേഗ ടി ആണ്. ഒമേഗ എന്ന് പറയുന്നതും കെയുടെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ഒമേഗ ടി നമ്മൾ ആദ്യം പറഞ്ഞാണ്. ഒമേഗ എന്ന് പറയുന്നത് ഒമേഗയുടെ വാല്യൂ എത്രയായിരുന്നു? വി കെ ആണ്. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നതും കെയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. അടുത്ത് നമ്മൾ പറഞ്ഞു കെയുടെ ലിമിറ്റ്, അതായത് നമ്മൾ കെ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ലോക്കലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ K0 എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ K0 മൈനസ് ഡെൽറ്റ കെ ബൈ 2 ലെസ് ദാൻ കെ ലെസ് ദാൻ K0 പ്ലസ് ഡെൽറ്റ കെ ബൈ 2 ആണ്. ഇതൊരു വളരെ ചെറിയ ഇൻ്റർവെല്ലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒമേഗ കെയെ നമുക്കൊരു പവർ സീരീസ് ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒമേഗ കെയെ നമുക്ക് വേണമെങ്കിൽ ഒമേഗ കെ ഈക്വൽ ടു ഒമേഗ ഓഫ് K0 പ്ലസ് അടുത്ത എത്രയാണ്? കെ മൈനസ് K0 ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി കെ. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ഡി ഒമേഗ ബൈ ഡി കെ അറ്റ് കെ ഈക്വൽ ടു 0. ഇതുപോലെ അടുത്ത ടേമുകൾ വരും. കേവലം ഈ രണ്ട് ടേം മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബാക്കി ടേമുകളൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ തൽക്കാലം ഇതിനെ ഒമേഗ K0ന് പകരം ഞാൻ ഇതിനെ ഒമേഗ 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കെ മൈനസ് K0 ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി കെ അറ്റ് കെ ഈക്വൽ ടു 0 ഞാൻ ഡി ഒമേഗ ബൈ ഡി കെ എന്ന് തന്നെ എഴുതുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒമേഗ കെ എങ്ങനെ എഴുതാം? ഒമേഗ 0 പ്ലസ് കെ മൈനസ് K0 ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി കെ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് തൊട്ട് മുമ്പ് എഴുതിയ ഇക്വേഷൻ psi ഓഫ് എക്സ് ടി ഈക്വൽ ടു എങ്ങനെ എഴുതാൻ കഴിയും? -∞ ടു ഇൻഫിനിറ്റി എ ഓഫ് കെ എക്സ്പൊണൻഷ്യൽ ഐ കെ എക്സ് മൈനസ് ഈ ഒമേഗ കെയെ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് എഴുതുകയാണെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഐ ടി കൊണ്ട് ഒമേഗ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോഴത്തേക്കും ഐ ഒമേഗ 0t ആകും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് മൈനസ് ഐ ഇൻറ്റു കെ മൈനസ് K0 ടി ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി കെ ഇൻറ്റു ഡി കെ. ഇതിനൊന്ന് മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു ടേമിൽ ഒരു പ്ലസ് ഐ K0 നമ്മൾ ആഡ് ചെയ്യുന്നു, ഐ K0 എക്സ് ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ഐ K0 എക്സ് സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ വ്യത്യാസമൊന്നും വരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? -∞ ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു ലോക്കലൈസ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ -∞ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിതിൻ്റെ ലോവർ ലിമിറ്റ് എവിടെ വരെ പോയാൽ മതി. നിങ്ങൾ K0 എന്ന് പറയുന്ന പോയിന്റിലാണ് നിങ്ങൾ അതിൻ്റെ സെൻറ്ററായിട്ട് എടുക്കുന്നതെങ്കിൽ K0 മൈനസ് ഡെൽറ്റ കെ ബൈ 2. കാരണം ഇതിന് താഴേക്കുള്ള എല്ലാ വാല്യൂസിലും എ ഓഫ് കെയുടെ വാല്യൂ 0 ആകുന്നതുകൊണ്ട് തന്നെ ഈ ഇൻ്റഗ്രൽ 0 ആയി പോകും. അതുപോലെ നിങ്ങൾ അപ്പർ ലിമിറ്റിലും ഇൻഫിനിറ്റി വരെ പോകേണ്ട കാര്യമില്ല, എവിടെ വരെ പോയാൽ മതി? K0 പ്ലസ് ഡെൽറ്റ കെ ബൈ 2 വരെ പോയാൽ മതിയാകും. അതുകൊണ്ട് നമുക്കിതിനെ ഈക്വൽ ടു
ഇനി നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രലിലേക്ക് എഴുതുമ്പോഴേക്കും നമ്മളിതിൽ കെയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. K0 എന്ന് പറയുന്നത് ഓക്കെ അതിൻ്റെ ഒരു ലിമിറ്റ് വാല്യൂ പർട്ടിക്കുലർ വാല്യൂ ആണ് K0 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ K0 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ K എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. Kക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. പക്ഷേ K0 എന്ന് പറയുന്നത് പർട്ടിക്കുലർ K വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലിമിറ്റ് ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുമ്പോഴേക്കും ശരിക്കും ഇതിൽ K0 മാത്രം വരുന്ന ടേമുകളെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ഇത് എക്സിലല്ല നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, കെയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ K0 അല്ലെങ്കിൽ എക്സ് അല്ലെങ്കിൽ ടി ഇവ മാത്രം വരുന്ന ടേമുകളെല്ലാം എന്തായിരിക്കും? ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുമ്പോഴേക്കും ഈക്വൽ ടു K0 മൈനസ് ഡെൽറ്റ കെ ബൈ 2 ഇൻറ്റു K0 പ്ലസ് ഡെൽറ്റ കെ ബൈ 2. അപ്പം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേമുകൾ ഞാനൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ആദ്യം എഴുതുന്നു. അപ്പോൾ ഇതിൽ എഴുതുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ ഇതിൽ എക്സ്പൊണൻഷ്യൽ ഏതൊക്കെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേമുകൾ? K0x ഒരു കോൺസ്റ്റൻ്റ് ആണ്. K0x ഈ ടേം ഇത് തൽക്കാലം ഞാൻ ഇവിട്ടേക്കുന്നത് ഇത് ഇക്വേഷൻ്റെ റീഅറേഞ്ച്മെൻറ്റ് മാത്രമാണ്. അപ്പം ബാക്കി വരുന്നത് K0x, അതുപോലെ തന്നെ ഇവിടെ ഒരു Ω0t ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈനസ് Ω0t ഇത് കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി വരുന്നത് ഇവിടെ ഒരു A(k) ഉണ്ട് ഇൻറ്റു എക്സ്പൊണൻഷ്യൽ എത്രയാണ്? എക്സ്പൊണൻഷ്യൽ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴേക്കും ഇനി നമുക്ക് ഈ രണ്ട് ടേമുകൾ നോക്കി. ഈ രണ്ട് ടേമിനോട് വേണമെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൽ രണ്ടും I ഇൻറ്റു K മൈനസ് K0 ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഐയും എക്സും കോമൺ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേമുകളും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ടേമും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് ടേമിൽ നിന്ന് ഇതിനെ കോമൺ എടുക്കാം. I ഇൻറ്റു K മൈനസ് K0 ഇൻറ്റു എക്സ് നമുക്ക് I ഇൻറ്റു K മൈനസ് K0 കോമൺ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എക്സ്പൊണൻഷ്യൽ I ഇൻറ്റു K മൈനസ് K0. ഇനി ഇതിൽ അപ്പം ബാക്കി വരുന്നത് I ഇൻറ്റു K മൈനസ് K0 കോമൺ എടുത്തു. ബാക്കിയുള്ളത് എക്സ് ആണ്. എക്സ് മൈനസ്, കാരണം ഇവിടെ ഒരു മൈനസ് സൈനാണ്. ഐയും K മൈനസ് K0 പോയ ബാക്കിയുള്ള മൈനസ് ആണ്. അപ്പോൾ മൈനസ് ഡി ഒമേഗ ബൈ ഡി കെ ഇൻറ്റു ടി. ഡി ഒമേഗ ബൈ ഡി ടി ഡി ഒമേഗ ബൈ ഡി കെ ഇൻറ്റു ടി ഇൻറ്റു ഡി കെ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇതിൽ നമ്മൾ കെയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടേം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ടേമിനെ പുറത്തെഴുതാം. നമുക്ക് കിട്ടുന്നത് എക്സ്പൊണൻഷ്യൽ I K0 x മൈനസ് I കൂടി കോമൺ എടുത്താൽ നമ്മൾ I കോമൺ എടുത്തതുകൊണ്ട് തന്നെ K0 x മൈനസ് Ω0 t ഇൻറ്റു ഈ ബാക്കിയുള്ള ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ K മൈനസ് ഡെൽറ്റ കെ ബൈ 2 പ്ലസ് ഇൻറ്റു ഇൻ്റഗ്രൽ K0 പ്ലസ് ഡെൽറ്റ കെ ബൈ 2 ഇൻറ്റു A(k) ഇൻറ്റു എക്സ്പൊണൻഷ്യൽ I ഇൻറ്റു K മൈനസ് K0 ഇൻറ്റു എക്സ് മൈനസ് ഡി ഒമേഗ ബൈ ഡി കെ ഇൻറ്റു ടി ഇൻറ്റു ഡി കെ ആണ്. ഇതിന് വരെ ഞാൻ തൽക്കാലം പുതിയൊരു വാല്യൂ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബി f(xt). അപ്പോൾ f(xt) എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? f(xt) എന്ന് പറയുന്നത് f(xt) ഈക്വൽ ടു ഇൻ്റഗ്രൽ K0 minus delta k by 2 to K0 plus delta k by 2 into A of k into ഈ ഒരു ഇൻ്റഗ്രൽ എക്സ്പൊണൻഷ്യൽ I into K minus K0 into x minus d omega by dk into t into dk ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ വേവ് ഫംഗ്ഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. psi of xt എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ I into K0 x minus Ω0 t into f of xt ആണ്. So this equation represents a plane wave with the propagation constant K0 and angular frequency Ω0 modulated by f of xt, which depends on x and t through x minus d omega by dk into t. Okay, next is group velocity and phase velocity. അപ്പോൾ നമ്മൾ പറഞ്ഞ പാർട്ടിക്കിളിൻ്റെ കേസിൽ നമ്മളതിൻ്റെ ഒരു വേവ് പാക്കറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. നമുക്ക് കിട്ടുന്ന വേവ് പാക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒരു വേവ് പാക്കറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരുപാട് വേവ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാം K വാല്യൂസിൽ സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാകും.
അപ്പോൾ അത്തരത്തിലുള്ള ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വേവ്സ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി വെലോസിറ്റി ഓഫ് ദി എൻവലപ്പ് ഓഫ് ദി വേവ് പാക്കറ്റ്. നമ്മൾ ഈ ഒരു എൻവലപ്പ് മൊത്തത്തിൽ പറയുമ്പോഴേക്കും ഈ എൻവലപ്പ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് നമ്മൾ അതിൻ്റെ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഗ്രൂപ്പ് വെലോസിറ്റി VG എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരുപാട് വേവ്സ് ഉണ്ട്. ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ വേവ്സും മൂവ് ചെയ്യുന്ന വെലോസിറ്റിയെ നമ്മൾ അതിൻ്റെ ഫേസ് വെലോസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഫേസ് വെലോസിറ്റി നമ്മൾ സാധാരണ VP എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേവ് പാക്കറ്റിൻ്റെ എൻവലപ്പ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് ഗ്രൂപ്പ് വെലോസിറ്റി. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ വേവും ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയാണ് നമ്മൾ ഫേസ് വെലോസിറ്റി അല്ലെങ്കിൽ വേവ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസിയുടെയും അതുപോലെ തന്നെ വേവ് വെക്ടറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഒമേഗ ഈക്വൽ ടു VK ആണ്. അങ്ങനെയാണെങ്കിൽ dω/dK വാല്യൂ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി V, അതായത് വെലോസിറ്റി തന്നെയായിരിക്കും. ഈ വെലോസിറ്റിയെ നമ്മൾ ഗ്രൂപ്പ് വെലോസിറ്റി ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. കാരണം ഇവിടെ രണ്ട് വെലോസിറ്റി ഉണ്ട്, ഗ്രൂപ്പ് വെലോസിറ്റിയും ഫേസ് വെലോസിറ്റിയും. അപ്പോൾ dω/dK ആണ് നമ്മൾ അതിൻ്റെ ഗ്രൂപ്പ് വെലോസിറ്റി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് വെലോസിറ്റിയുടെ കേസിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റും. ഗ്രൂപ്പ് വെലോസിറ്റി ഓഫ് ദി വേവ് പാക്കറ്റ് ഈസ് സെയിം ആസ് ദി വെലോസിറ്റി ഓഫ് ദി മെറ്റീരിയൽ പാർട്ടിക്കിൾ. നമ്മളൊരു പാർട്ടിക്കിളിൻ്റെ കേസിലാണ് നമ്മൾ ഈ വേവ് പാക്കറ്റ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്കിൾ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 വെലോസിറ്റിയാണ് അപ്പോൾ ഉള്ളത്. ഒന്ന് നമ്മുടെ ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി. രണ്ടെന്ന് പറയുന്നത് ആ പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് നമ്മളൊരു വേവ് പാക്കറ്റ് പറഞ്ഞു. ആ വേവ് പാക്കറ്റിൻ്റെ ആ എൻവലപ്പ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി. ഇനി ആ വേവ് പാക്കറ്റിനകത്ത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വേവ്സ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത ഓരോന്നിൻ്റെ K വാല്യൂസിൽ സ്ലൈറ്റ് വേരിയേഷൻ ഉള്ള ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വേവ്സ് നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേവ് മൂവ് ചെയ്യുന്ന അടുത്തൊരു വെലോസിറ്റി ഉണ്ടാകും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ 3 വെലോസിറ്റി പറഞ്ഞു. ഒന്ന് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി V, അടുത്ത എൻവലപ്പ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി VG, അടുത്ത ഇതിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ വേവ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് നമ്മൾ ഫേസ് വെലോസിറ്റി VP ആയിട്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് വെലോസിറ്റി VG എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിക്ക് സെയിം ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസിലായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നത് ഗ്രൂപ്പ് വെലോസിറ്റിയാണ്. ഇപ്പം ഈ ഒരു ഇക്വേഷൻ, അതായത് VG നമ്മളിപ്പം പറയാൻ പോകുന്നത് VG ഈസ് ഈക്വൽ ടു V ആണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എനർജിയുടെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനർജി ഈക്വൽ ടു വേവിൻ്റെ കേസിൽ hν ആണ്. നമുക്കിതിനെ ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസിയുടെ ടൈമിൽ എഴുതണമെങ്കിൽ h ഇൻറ്റു ഒമേഗ ഈക്വൽ ടു 2πν ആണ്. ഒമേഗ ഈക്വൽ ടു 2πν ആണ്. അതുകൊണ്ട് ന്യൂ എന്ന് പറയുന്നത് ω/2π ആണ്. ഈക്വൽ ടു h/2πക്ക് നമുക്ക് h ക്രോസ് എന്ന് പറയാം. അപ്പോൾ ഇതിനെ നമുക്ക് h ക്രോസ് ഒമേഗ എന്ന് എഴുതാം. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇതുപോലെ തന്നെ മൊമെൻറ്റവും വേവ് ലെങ്തും തമ്മിലുള്ള ഡി ബ്രോഗ്ലി വേവ് ലെങ്തും തമ്മിലുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ലാംഡ ഈക്വൽ ടു h/p ആണ്. ഓക്കെ, ഫോർ p ഈക്വൽ ടു h/λ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഈക്വൽ ടു h ഇൻറ്റു നമ്മൾ വേവ് ലെങ്തും വേവ് വെക്ടറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് വേവ് ലെങ്തും വേവ് വെക്ടറും തമ്മിലുള്ള റിലേഷൻ? വേവ് വെക്ടർ k എന്ന് പറയുന്നത് 2π/λ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/λ എന്ന് പറയുന്നത് എത്ര കിട്ടും? k/2π ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ k/2π എന്ന് എഴുതാം. അതിൽ h/2π h കൊട്ടായിട്ട് എഴുതാൽ ഇത് ഈക്വൽ ടു h കട്ട് k ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് വെലോസിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും? VG ഈക്വൽ ടു നമ്മളിവിടെ എഴുതിയ ഇക്വേഷൻ dω/dK ആണ് ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dω/dK ഈക്വൽ ടു d ഇൻറ്റു ഈ ഇക്വേഷനിൽ നിന്ന് ഇക്വേഷൻ 1ൽ നിന്ന് ഒമേഗയുടെ വാല്യൂ എത്ര കിട്ടും? ഈക്വൽ ടു E/h ക്രോസ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും കെയുടെ വാല്യൂ എത്ര കിട്ടും? P/h ക്രോസ് ആണ്. ഇതിൽ h ക്രോസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് കിട്ടുന്നത് dE/dP. അപ്പം VG ഈക്വൽ ടു dE/dP എന്നൊരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഇക്വേഷനിലേക്ക് പോകാം. അതിന് നമുക്ക് രണ്ട് കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്ന് നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾസിൻ്റെ കേസ്. നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ്. നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് ആണെങ്കിൽ നമ്മുടെ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? എനർജി മൊമെൻറ്റോ തമ്മിലുള്ള റിലേഷൻ E ഈക്വൽ ടു p²/2m ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിങ്ങൾ ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ്? dE ഈക്വൽ ടു
നമ്മൾ ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് നമുക്കിവിടെ വേണ്ട d/dp ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു മൊമെൻറ്റത്തിൽ നിങ്ങൾ ഡെറിവേറ്റീവ് എടുത്താൽ ഈ ഡെറിവേറ്റീവ് 1, പക്ഷേ നിങ്ങൾ വിത്ത് റെസ്പെക്ട് പിയിലാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ d/dp ഇൻറ്റു നോൺ റിലേറ്റീവ്സ് കേസ് ആണ്, അതുകൊണ്ട് തന്നെ മാസ് ഒരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് തന്നെ 1/2m ഒരു കോൺസ്റ്റന്റ് ആണ്. പി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2p ആണ്. വിത്ത് റെസ്പെക്ട് ടു പിയിൽ ഡെറിവേറ്റീവ് എടുക്കുന്നത് 2p ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എത്ര കിട്ടും? p/m ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രൂപ്പ് വെലോസിറ്റി vg എത്ര എഴുതാൻ പറ്റും? vgയുടെ വാല്യൂ d/dp ആണ്. ഇപ്പോൾ d/dp എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എത്ര എഴുതാം? p/m. ഇനി നോൺ റിലേറ്റീവ്സ് കേസിലുള്ള മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ mv ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ mv/m, m ഒക്കെ ക്യാൻസൽ ആയി പോകും, ബാക്കി പോകുന്നത് v ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ റിലേറ്റീവ്സ് കേസിൽ vgയുടെ വാല്യൂ എത്ര തന്നെയാണ്? v തന്നെയാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് റിലേറ്റീവ്സ് കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. റിലേറ്റീവ്സ് കേസ്, അടുത്ത റിലേറ്റീവ്സ് കേസിലേക്ക് വരുമ്പോഴേക്കും ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? റിലേറ്റീവ്സ് കേസിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ എനർജിയുടെ ഇക്വേഷൻ p²/2m അല്ല, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ E² എത്രയായിരുന്നു? p² c² പ്ലസ് m0² c⁴. ഇവിടെ നമ്മൾ റെസ്റ്റ് മാസ് ആണ് പറയുന്നത്. m0 എന്ന് പറയുന്നത് റെസ്റ്റ് മാസ് ആണ്. ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ d/dpയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. d/dp നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേണ്ടി നിങ്ങൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ E² ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ E² ഡെറിവേറ്റീവ് 2e, നമ്മൾ വിത്ത് റെസ്പെക്ട് പി ഡെറിവേറ്റീവ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടൈം കൂടി വരും d/dp ഈക്വൽ ടു p² c². ഇതിൽ c² ലൈറ്റിൻ്റെ വെലോസിറ്റി ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ c² ഇൻറ്റു p² ഡെറിവേറ്റീവ് എത്രയാണ്? 2p ആണ്. പ്ലസ് ഇവിടെ നമ്മൾ m0 എന്ന് പറയുന്നത് റെസ്റ്റ് മാസ് ആണ്, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. c എന്ന് പറയുന്നത് ലൈറ്റ് വെലോസിറ്റി, അതും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് എത്രയായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് കിട്ടുന്നത് d/dp ഈക്വൽ ടു എത്ര കിട്ടും? ഒരു 2 ക്യാൻസൽ ആയി പോകും, ബാക്കി ഇവിടെ ഉള്ളത് ഒരു c²p, ഇവിടെ ഒരു e. അപ്പോൾ നമുക്ക് കിട്ടുന്നത് c² p/e ആണ്. ഓക്കെ, ഈക്വൽ ടു c² ഇൻറ്റു പിയുടെ ഇക്വേഷൻ എന്താണ്? നമ്മുടെ നോൺ റിലേറ്റീവ്സ് കേസ് ആണെങ്കിൽ ഇത് p = mv ആണ്. പക്ഷേ റിലേറ്റീവ്സ് കേസിൽ വരുമ്പോഴേക്കും എമ്മിനെ നമ്മൾ m0/√1 - v²/c² കൊണ്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസ്റ്റ് മാസിൻ്റെ ടൈമിൽ എഴുതുമ്പോഴേക്കും ഇത് എത്രയാണ്? ഗാമ m0v ആണ്. അതുപോലെ തന്നെ എനർജിയുടെ ഇക്വേഷൻ നോൺ റിലേറ്റീവ്സ് കേസ് ആണെങ്കിൽ mc² ആണ്. റിലേറ്റീവ്സ് കേസ് വരുമ്പോഴേക്കും നമ്മൾ റെസ്റ്റ് മാസ് കൂടെ പറയുന്നുണ്ട്, നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാം? ഗാമ mc² എന്ന് എഴുതാം. ഗാമ m0c². അപ്പം ഗാമ എന്ന് പറഞ്ഞാൽ 1/√1 - v²/c² ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ക്യാൻസൽ ആയി പോകും, ഗാമ ക്യാൻസൽ ആയി പോകും, m0 ക്യാൻസൽ ആയി പോകും, c² ക്യാൻസൽ ആയി പോകും, ബാക്കി വരുന്നത് v ആണ്. അപ്പോൾ d/dpയുടെ വാല്യൂ റിലേറ്റീവ്സ് കേസിൽ നമുക്ക് കിട്ടുന്നത് എത്ര തന്നെയാണ്? v തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് വെലോസിറ്റി എത്രയായിട്ട് തന്നെ കിട്ടും? v ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ റിലേറ്റീവ്സ് കേസ് ആണെങ്കിലും അതുപോലെ തന്നെ നോൺ റിലേറ്റീവ്സ് കേസ് ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ഗ്രൂപ്പ് വെലോസിറ്റിയുടെ വാല്യൂ എത്ര തന്നെയാണ്? v തന്നെയാണ്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തത് ഫേസ് വെലോസിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പ് വെലോസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തത് dω/dk ആണ്. നമ്മൾ ഗ്രൂപ്പ് വെലോസിറ്റി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഫേസ് വെലോസിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫേസ് വെലോസിറ്റി vp = ω/k ആണ്. അപ്പോൾ ഗ്രൂപ്പ് വെലോസിറ്റി vg = dω/dk ആണ്. ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേവ്സിൻ്റെ വെലോസിറ്റി ആണ്, അതെന്ന് പറയുന്നത് ω/k ആണ്. ഇതും നമുക്ക് ഇതിൻ്റെ വാല്യൂ വളരെ എളുപ്പത്തിൽ വേണമെങ്കിൽ എഴുതാം. ഒമേഗയുടെ വാല്യൂ എത്രയാണ്? നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ω = E = h × ω ആയതുകൊണ്ട് ഒമേഗയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് E/h ആണ്, ഡിവൈഡ് ബൈ അടുത്ത കെയുടെ വാല്യൂ നമുക്ക് മൊമെൻറ്റത്തിൻ്റെ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം. എത്ര കിട്ടും? കെയുടെ വാല്യൂ കിട്ടുന്നത് p/h. അപ്പോൾ h ക്യാൻസൽ ആയി പോകും, ബാക്കിയുള്ളത് E/p ആണ്. ഈക്വൽ ടു നമ്മൾ നോൺ റിലേറ്റീവ്സ് കേസ് കൺസിഡർ എങ്കിൽ E = mc² ആണ്. p എന്ന് പറയുന്നത് mv ആണ്. അപ്പോൾ m ക്യാൻസൽ ആയി പോകും, ബാക്കി കിട്ടുന്നത് c²/v. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസ് വെലോസിറ്റിയുടെ വാല്യൂ c²/v ആണ്. ഇതിൽ നിങ്ങൾ നോക്കി അറിയാൻ കഴിയും, വിയുടെ വെലോസിറ്റി സാധാരണ രീതിയിൽ ലൈറ്റ് വെലോസിറ്റികൾ താഴെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസ് വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെലോസിറ്റിയേക്കാൾ കൂടുതലാകാം. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നൊരു ഇതിന് പ്രത്യേകിച്ചൊരു സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല, അതൊരു മെഷറബിൾ ക്വാണ്ടിറ്റിയുമല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വേവ് പാക്കറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞത് വേവ് ഫംഗ്ഷൻ of the matter wave which is confined to a small region of space
ഈസ് ടേംഡ് ആസ് എ വേവ് പാക്കറ്റ് ഓർ വേവ് ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള വെലോസിറ്റി നമ്മൾ പറഞ്ഞു, ഫേസ് വെലോസിറ്റിയും അതുപോലെ തന്നെ ഗ്രൂപ്പ് വെലോസിറ്റിയും. envelope of the wave packet moves with the group velocity and it is same as the velocity of the material particle. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമ്മൾ പറഞ്ഞതാണ് റിലേറ്റിവിസ്റ്റിക് കേസിലും നോൺ റിലേറ്റിവിസ്റ്റിക് കേസിലും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ വേവ്സ് ഓഫ് ദി പാക്കറ്റ് ട്രാവൽസ് വിത്ത് ദി വെലോസിറ്റി കാൾഡ് ഫേസ് വെലോസിറ്റി ഓർ വേവ് വെലോസിറ്റി. ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് c²/v ആയിരുന്നു. ഫേസ് വെലോസിറ്റിയുടെയും ഗ്രൂപ്പ് വെലോസിറ്റിയുടെയും ഇക്വേഷൻസ് ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വി ജി എന്ന് പറയുന്നത് d⍵/dk ആണ്. അതുപോലെ തന്നെ ഫേസ് വെലോസിറ്റി വി പി എന്ന് പറഞ്ഞാൽ ω/k ആണ്. അതുപോലെ തന്നെ വേവ് വെക്റ്റർ k എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2π/λ ആണ്. ഇക്വേഷൻസ് എല്ലാം ഓർമ്മയുണ്ടാകും. ഓക്കെ, താങ്ക് യു.